ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ഷമിക്കാണെങ്കിൽ വേറൊരു വഴിയിലോട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്കുണ്ടായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരിൽ നിന്നാണ് ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നാണ് എനിക്ക് ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ പഠിക്കുന്നത്, എൻ്റെ നാട് ഗുരുവായൂരാണ്. അപ്പോൾ ഞാൻ കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് വരല്. ഓക്കെ, അപ്പോൾ ഇന്നലെ വോട്ടായിരുന്നു. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1:35 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ വണ്ടിയാണ്, ലോക്കലാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ കൂടുതൽ ലോക്കലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനാണ് വരാറുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ടിക്കറ്റാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റ്. കുറ്റിപ്പുറം വരെയാണ് ഈ ഒരു ഇതുള്ളത്. അപ്പോൾ നമ്മളവിടെ ഏകദേശം പറഞ്ഞാൽ 1:35 നമുക്ക് വണ്ടി വന്നിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 1:15 കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വരി നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഇതെടുത്തിട്ടുള്ളത്. എന്നിട്ട് വണ്ടി ലേറ്റ് ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരം പോണ വണ്ടി, ഞങ്ങൾ നാട്ടിലേക്ക് സ്ഥിരം പോണ വണ്ടിയാണ്. ഇത് ഇത്ര ലേറ്റ്, അതായത് 2 മണിക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇത് 2 മണി കഴിഞ്ഞു, 2:15 കഴിഞ്ഞു, 2:30 കഴിഞ്ഞു, 2:45. അപ്പോൾ ഞങ്ങളൊരു അനൗൺസ്മെൻറ്റ് കേട്ടു, മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് ഞങ്ങൾ കേട്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അതിൽ ചാടിക്കയറി. ഞങ്ങൾ ചാടിക്കയറി. കുറ്റിപ്പുറം സ്റ്റോപ്പ് നിർത്തിയില്ല, പട്ടാമ്പി നിർത്തിയില്ല, പിന്നെ ലാസ്റ്റ് നിർത്തിയത് ഷൊർണൂരാണ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഷൊർണൂർ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല, എൻ്റെ കൂടെയുള്ള കുട്ടികളും ഇന്നുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനിയിപ്പോൾ അതിൽ കയറിയിട്ടൊന്നും റിസ്ക് എടുക്കാൻ വയ്യ, അപ്പോൾ നമുക്ക് ബസ്സിന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ടി ടി വിളിച്ചു. ടി ടി ഞങ്ങൾ വെച്ച് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഞങ്ങളിത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് കുറ്റിപ്പുറം വരയ്ക്കുള്ളതാണ്, ഇത് പറ്റില്ല, ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല, കുറ്റിപ്പുറം സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, നിർത്തിയില്ല, അതുകൊണ്ടാണ് അവിടെ വന്നിറങ്ങിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടിക്കാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന വണ്ടിക്കാണ് പോകുന്നത് വെച്ചു പറഞ്ഞു. അത് ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് 2:20 മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഞങ്ങളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു 1:35 വണ്ടി 2:45 വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് വന്ന വണ്ടിയിൽ ഞങ്ങൾ ഈ പേര് കേട്ടിട്ടാണ് ഞങ്ങളതിൽ കയറുന്നത്. പക്ഷെ അത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ വേറെ 2 ഗേൾസ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം UTS ആപ്പ് ഉണ്ട്. അപ്പോൾ UTS ആപ്പിൽ അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, പക്ഷേ അവരേൽ ടിക്കറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഫൈൻ അടയ്ക്കണം, 630 രൂപ ഫൈൻ അടയ്ക്കണം, അത് അവർക്ക് ബാക്ക് ടു അക്കൗണ്ടിലേക്ക് കയറിക്കോളും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല. കാരണം എൻ്റെ അനിയത്തി അവൾ എറണാകുളത്തേക്ക് സ്ഥിരം പോണ ഒരാളാണ്. 2 വട്ടമാണ് അവളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ട്, അതായത് UTS അക്കൗണ്ട് വഴി നമ്മൾ എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ട് എന്താ പറയുക ഷോർട്ട് ടിക്കറ്റ് കാണിക്കുമ്പോൾ അത് കാണലില്ല, അക്കൗണ്ടിലേക്ക് തിരിച്ചും പൈസ കയറില്ല. അപ്പോൾ ആ കുട്ടികളെ പൈസ നോക്കി നോക്കും, അവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി 630 രൂപ എക്സ്ട്രാ അവിടെ കൊടുക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഞങ്ങളുടെ കേസിലാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ്. ഞങ്ങൾ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ഈ ഷൊർണൂർ വന്നിറങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം അറിയാതെ പറ്റിപ്പോയതാണ്. കാരണം 1:30 വരേണ്ട വണ്ടി 2:45 വന്നില്ല. ആ ഒരു സെയിം വണ്ടിയുടെ പേര് കേട്ടപ്പോൾ ഞങ്ങൾ അറിയാതെ കയറിപ്പോയതാണ്. അതിപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ കുറവാണെന്ന് പറയുകയാണെങ്കിൽ അത് ഓക്കെ പോട്ടെ. പക്ഷെ ആ കുട്ടികൾക്ക് അവരെന്താ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾ എന്നിട്ട് കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവർ ഇതായില്ല. ലാസ്റ്റ് ഞങ്ങളുടെ അടുത്തും പറഞ്ഞു 630 രൂപ ഫൈൻ അടയ്ക്കണം, ഫൈൻ അടയ്ക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞങ്ങളിങ്ങനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി ലേറ്റ് ആയതാണ്, ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഒരു ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്നിട്ട് പറഞ്ഞു അന്നങ്ങ് ശരി, ഞങ്ങൾ RPFക്ക് പൊക്കോ, അവരായിട്ട് സംസാരിച്ചോ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 2:45 പിന്നെ ആ വണ്ടിയിൽ ഞങ്ങൾ കയറിയത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം
ടൈം എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഒരു 4 മണി എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഇനി അവിടെ നിന്ന് എങ്ങനെ പോകേണ്ടതെന്ന് കൂടി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് റിട്ടേൺ ഗുരുവായൂർ എത്തണം, എനിക്കറിയില്ല എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. ഇപ്പം എൻ്റെ കൂടെ കുട്ടികൾ കാണാം, അപ്പോൾ നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് പോരണം എന്ന ഒരിതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഫൈൻ അടയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളോടെ നിൽക്കണം. എനിക്ക് ആ കുട്ടികളുണ്ടാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത്. കാരണം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. എന്നിട്ട് വേറൊരു സാറിനെ വിളിച്ചു. സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും എന്താ പറയുക ഫൈൻ അടയ്ക്കണം എന്നിട്ട് ആളങ്ങോട്ട് പോയി. അതായത് ഇന്ത്യൻ റെയിൽവേ 1:35 വണ്ടി 2:45 വന്നിട്ടും 2:45 അത് എത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ വേറെ അറിയാതെ ആ ഒരു പേര് കേട്ടപ്പോൾ നമ്മൾ അറിയാതെ ചാടി കയറി എന്ന കുറ്റത്തിനാണ് ഇവർ ഫൈൻ അടപ്പിക്കണത്. ആ മറ്റു കുട്ടികളോടും ആ സാറ് പറഞ്ഞത് ഫൈൻ അടച്ചേ പറ്റൂ എന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് ഞങ്ങളെ പോട്ടേക്ക് ആ കുട്ടികൾ എന്തിനാണ് ഫൈൻ അടയ്ക്കേണ്ടത്? അവർ ആപ്പിൻ്റെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അവരുടെ നിന്ന് പൈസ പോയി, ഇനി ആ പൈസ അവർക്ക് റിട്ടേൺ കിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെയല്ലേ ഈ UTS ആപ്പ്, അല്ലാതെ ബാക്കി ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടുള്ളതല്ലല്ലോ. ഇത്രയും അതായത് മനുഷ്യൻ്റെ സമയത്തിന് ഇവർക്ക് ഒരു വിലയില്ലേ? ഫൈൻ അടയ്ക്കാനും അടപ്പിക്കാനും ഭയങ്കര ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മുടെ ഒരു ആവശ്യം കേൾക്കാനായിട്ട് അവിടെ ആരും ഉണ്ടായിട്ടില്ല. ഈവൻ അതായത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കൂടിയും അവരാരും കാണിക്കുന്നില്ല. ലാസ്റ്റ് ഓക്കെ നമ്മൾ പറഞ്ഞു ഫൈൻ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ പേഴ്സണലായിട്ടുള്ള എന്താ പറയുക ഫോൺ പേയുടെ എന്തോ സ്കാനർ കാണിച്ചെന്ന്. അപ്പോൾ ഞാൻ അടുത്തേക്ക് വെച്ച് ഇത് ഇന്ത്യൻ റെയിൽവേക്കല്ലേ അടയ്ക്കേണ്ടത്. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്, നമ്മൾ ഇന്ത്യൻ റെയിൽവേക്കാണ് അടയ്ക്കേണ്ടത്, അല്ലാതെ ഒരു പേഴ്സണലായിട്ട് ഒരാൾക്ക് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യം എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ അവരെന്നെ നോക്കിയിട്ട് പറഞ്ഞു ഞാനിത് ക്യാഷ് ആക്കിയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നിന്നു, അതായത് ഞാനിങ്ങനെ സ്കാൻ ചെയ്ത് നിന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസമല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വിശ്വാസമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ലേഡി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ RPF വിളിക്കാമെന്ന് പറഞ്ഞു. ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ഞങ്ങളതിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് നേരമില്ല, ഞാൻ പറഞ്ഞില്ല നമുക്കറിയാത്തൊരു സ്ഥലമാണ്, നമുക്ക് വീടുകളിൽ എത്തണം. ഉച്ചയ്ക്ക് ഞങ്ങളൊരു വസ്തു കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു വസ്തു ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് 630 രൂപ ഫൈൻ വാങ്ങിപ്പിച്ചു. ഞാനത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഗതി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഞങ്ങളുടെ കേസിൽ പറയുകയാണെങ്കിൽ അതൊരു ബൈ മിസ്റ്റേക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു 1:35 വരേണ്ട വണ്ടി 2:45 വന്നിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫൈൻ അടയ്ക്കാനും ഫൈൻ അടപ്പിക്കാനും ഉള്ള ഈ ഒരു ത്വര മനുഷ്യന്മാരുടെ സമയത്തിന് നിങ്ങൾ എന്താണ് കൊടുക്കാത്തത്? ഇപ്പോൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ബാക്കിയൊന്നും നമുക്ക് എന്താ പറയുക നമുക്കത് റിട്ടേൺ കിട്ടും, പക്ഷെ സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ ഒരു 1:15 തൊട്ടിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത സമയം ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഇന്ത്യൻ റെയിൽവേക്ക് പറ്റുമോ? സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ അവർ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ ഫൈൻ. ഞാൻ പറഞ്ഞത് എനിക്ക് ഞങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ആ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടമായി. കാരണം UTS ആപ്പിൽ നമുക്ക് തിരിച്ച് റീഫണ്ട് കയറില്ല. പക്ഷെ അവരെ കയ്യിൽ നിന്ന് ആ പൈസയും പോയി, എക്സ്ട്രാ 630 രൂപയും പോയി. അപ്പോൾ ഇതൊന്നും നമുക്കങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം നിയമമാണെങ്കിൽ എല്ലാ നിയമങ്ങളും എല്ലാവരും പാലിക്കണം. പിന്നെ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര. കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് എന്ന് കേട്ടപ്പോഴാണ് ഞങ്ങൾ കയറിയത്. അത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല, മനസ്സിലായോ? അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ കയറിയത്. പിന്നെ നോർമലി നമ്മൾ അതിനനുസരിച്ചിട്ട് വണ്ടി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ 1:35 വണ്ടി ആയിരിക്കും. കാരണം നോർമലി അത് എന്താ പറയുക ലേറ്റ് ആയപ്പോൾ അതായിരിക്കും എന്നല്ലേ നമ്മൾ ആരാണെങ്കിലും വിചാരിക്കുള്ളൂ. ഭയങ്കര ബാഡായിട്ടുണ്ട്. ഈ ഒരു ത്വര ഇന്ത്യൻ റെയിൽവേ നന്നാക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് എന്താ പറയുക പൈസ അയച്ചതിന് സ്ക്രീൻഷോട്ടും കൊടുക്കാം കേട്ടോ. കാരണം എനിക്ക് പിന്നെ അവരുടെ ഒരു പെരുമാറ്റവും ബിഹേവിയറും ഒക്കെ ഭയങ്കര റൂഡായിരുന്നു. ഞാൻ പറയുന്നത് അവർ പരീക്ഷ എഴുതിയിട്ടാണ് അവർക്ക് എന്താ പറയുക അവർ ആ ഒരു സംഭവത്തിൽ എത്തിയെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ
പൊതുജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറരുതെന്ന് ആ എക്സാമിലോ അവർക്ക് കിട്ടിയിട്ടുള്ള അതിലൊന്നും പറയുന്നില്ലല്ലോ. കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാം, കുറച്ചും കൂടി. ഇതൊരുമാതിരി നമ്മൾ ഭയങ്കര കള്ളന്മാർ എന്നുള്ള രീതിക്ക് അത്രയും റൂഡായിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. മറ്റേ സാറ് നമ്മൾ പറഞ്ഞ് കേൾക്കാനും കൂടി, അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കേൾക്കാനും കൂടി വേണ്ടേ, അതൊന്നുമില്ല. അപ്പോഴേക്കും പോവായി. ഇവരുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും. അപ്പോൾ ഇവർ മാത്രം വല്ലാണ്ട് ഇത് കളിക്കാനൊന്നും വരണ്ട. ഇത്രയും ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിതിനെ പറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകില്ല. പ്രത്യേകിച്ച് ആ ഒരു UTS ആപ്പിന് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് മാറ്റി. നമുക്ക് ഇങ്ങനെ കൂടി പൈസ കൊണ്ട് കളയാനില്ല, അതുകൊണ്ട് പറയണത് ഇല്ല, അതുകൊണ്ട് പറയണതാ. അപ്പോൾ പിന്നെ ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് പറയുന്നതാണ് കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ KSRTC എടുക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, അവരുടെയും പെരുമാറ്റം ഭയങ്കര മോശമാണ്. അപ്പോൾ കുറച്ചത് എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനാണ് എന്നുള്ളത് ഒരു ബോധം എനിക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനെൻ്റെ പ്രാഗി ഞാനതൊക്കെ കുഞ്ഞിട്ടുണ്ട്, സത്യം എനിക്ക് അത്ര ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.